തിരുവില്ലാമല ഇന്നു കാണുന്ന മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു വ്യക്തിയുണ്ട്. മൗണ്ട് ബാറ്റൺ പ്രഭു, അത്ഭുത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ച തിരുകൊച്ചി സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിച്ച തൊഴൂർ കൃഷ്ണൻകുട്ടി നായർ എന്ന TK നായർ. ആധുനിക തിരുവില്ലാമലയുടെ ശില്പി എന്നും അറിയപ്പെടുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ കൽപ്പനയിൽ റാവു ബഹദൂർ പട്ടം വരെ ബ്രിട്ടീഷുകാർ നൽകി ആദരിച്ച വ്യക്തിത്വം. ആ പ്രതിഭയെ രാംകുമാർ നമ്പ്യാത്തിന്റെ വാക്കുകളിലൂടെ കൂടുതൽ അറിയാം. തിരുവില്ലാമലയിലുള്ള വടക്കേ കൂട്ടാല TK നായരുടെ ഭവനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അദ്ദേഹം ആരായിരുന്നു എന്നുള്ള അന്വേഷണം ചെന്ന് അവസാനിക്കുന്നത് അദ്ദേഹം തിരുവില്ലാമലയുടെ പ്രഥമ പൗരൻ എന്നുള്ളത് മാത്രമല്ല, ഈ തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രി കൂടിയായിരുന്നു എന്നുള്ള വസ്തുത നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. തിരുവില്ലാമലയിലെ വലിയ ധനാഢ്യനും ഭൂപ്രഭുവുമായ നാരായണൻ നായരുടെ മകനാണ് TK നായർ. വളരെ ചെറുപ്പത്തിൽ തന്നെ TK നായർ പ്രജാക്ഷേമ തൽപരനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ രീതികളും സമ്പ്രദായങ്ങളും കണ്ട് TK നായരുടെ അച്ഛൻ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. TK നായർ പീപ്പിൾസ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും ചെയ്തു. ഒരു പക്ഷേ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായി വരെ ഇതിനെ കണക്കാക്കാം. 1934 അദ്ദേഹം തിരുക്കൊച്ചിയിലോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹത്തിന് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ കഴിഞ്ഞു. 1944 ഭക്ഷ്യവകുപ്പ് മന്ത്രിയാവുകയും അതിനുശേഷം ആദ്യമായി പനമ്പിള്ളിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അവിശ്വാസ പ്രമേയം പാസ്സായ ഒരു ചരിത്രവും ഇവിടെ പറയപ്പെടുന്നു. ആദ്യമായി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ആൾ എന്നുള്ള ബഹുമതിയും TK നായർക്ക് സ്വന്തമാണ്. ആധുനിക തിരുവില്ലാമലയുടെ ശില്പി എന്ന് TK നായരെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഒരിടവും തിരുവില്ലാമലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സ്ഥലം അനുവദിച്ചു കിട്ടിയത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തേലക്കാട്ട് കുന്നുള്ള ഒരു കളക്ടർ മുഖേനയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കിട്ടുവാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് സമ്മർദ്ദം ചെലുത്തി അവർ വിട്ടു നൽകിയ സ്ഥലത്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത്. മൃഗാശുപത്രിയും അതുപോലെ തന്നെ. എല്ലാ വീടുകളിലും ജലം എത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മ പദ്ധതിയായി സ്വീകരിച്ച് അതിനുവേണ്ട ആസൂത്രണങ്ങളും അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഓട്ട് കമ്പനിയും ഇഷ്ടികയും ടൈൽസും നെയ്ത്തും എന്നു വേണ്ട വർക്ക്ഷോപ്പുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ സജ്ജമായിരുന്നു. തിരുവില്ലാമലയിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ TK നായരുടെ പേരിൽ ഒരു സ്മാരകങ്ങളും നിലവിലില്ല എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഈ ഒരു അവസരത്തിലാണ് തിരുവില്ലാമലയിൽ ആനമല ഹോം സ്റ്റേയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരകം പണിയുകയും ആ സ്മാരകത്തിൽ കൈത്തറി നെയ്ത്തിൻ്റെ ഒരു ശാല തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു നേട്ടങ്ങളും ഉണ്ടാക്കാതെ പിതാവ് നൽകിയ സ്വത്തുകൾ മുഴുവൻ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അവസാനം വാടക വീട്ടിൽ കിടന്ന് മരിക്കേണ്ട ഒരു ഗതികേടുണ്ടായ ഒരു പ്രധാനമന്ത്രിയുടെ അത്ഭുത കഥകളാണ് ഇവിടെ തിരുവില്ലാമലക്കാർക്ക് എല്ലാവർക്കും പറയാനുള്ളത്.